പണ്ട് നമ്മുടെ ജഗന്നാഥനെ ഒഴിപ്പിച്ച ധാരാവിയിലെ ചേരികൾ സ്ലംസ് അത് എത്രത്തോളം ഡേഞ്ചറസ് ആണെന്ന് വല്ല ഐഡിയ ഉണ്ടോ? അതുപോലത്തെ സ്ലംസ് സൗത്ത് ഇന്ത്യയിലും പലയിടങ്ങളിലും ഉണ്ട്. അതൊരു പൊതുവൽക്കരണമല്ല, സമാധാനമായി നല്ല രീതിക്ക് ജീവിച്ചു പോകുന്ന ആളുകളും അവിടെയുണ്ട്. എന്നാൽ അങ്ങനെയുള്ള വളരെ ഇടുങ്ങിയ സ്ഥലങ്ങളിൽ വളരെയധികം നമുക്ക് കാണാൻ സാധിക്കാത്ത പല സംഭവങ്ങളും നടക്കുന്നു എന്നുള്ളൊരു റിയാലിറ്റി ഉണ്ട്. ഈ റിയാലിറ്റി എക്സ്പ്ലോർ ചെയ്യുന്ന, അതിനൊരു ഭീകരമായിട്ടുള്ള വശം കാണിച്ചു തരുന്ന, അതിനകത്തുള്ള ഒരു സർവൈവൽ കാണിച്ചു തരുന്ന സിനിമയാണ് തണൽ. അഥർവ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച് ഈ വർഷം പുറത്തിറങ്ങിയിട്ടുള്ള തമിഴ് ത്രില്ലർ സിനിമയായിട്ടുള്ള തണൽ ഇന്നലെയാണ് കാണാൻ സാധിച്ചത്, OTT റിലീസിന് ശേഷം. ഈ സിനിമയെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളാണ് പറയാൻ പോകുന്നത്. സിനിമയുടെ കഥയിലേക്ക് വരികയാണെങ്കിൽ, പോലീസിൽ ജോയിൻ ചെയ്യാൻ വരുന്ന 6 യുവാക്കൾ അവരെ ജോയിനിങ് ഡേയിൽ ഒരു റൗണ്ട്സിന് പോകേണ്ടി വരികയും അപ്പോൾ ഉണ്ടാകുന്ന ഒരു എക്സ്പീരിയൻസും അത് അവരെ കൊണ്ടെത്തിക്കുന്ന ഒരു സിറ്റുവേഷനുമാണ് സിനിമയുടെ കഥ എന്ന് പറയുന്നത്. ആ സിറ്റുവേഷനിൽ അതിന് പാരലായി പറഞ്ഞു പോകുന്ന ഒരു ക്രൈമും അത് ഇവരുമായിട്ട് കണക്റ്റഡ് ആവുന്നത് എങ്ങനെയാണ് എന്നുള്ള സംഭവങ്ങളും ഒക്കെ ആയിട്ട് പറഞ്ഞു പോകുന്ന ഒരു ഗ്രിപ്പിംഗ് ത്രില്ലർ എന്ന് വിളിക്കാവുന്ന ഒരു സിനിമയാണ് തണൽ. സിനിമയുടെ ആദ്യ പകുതിയിൽ കുറച്ച് നേരം റൊമാൻസ് കോമഡി എന്നൊക്കെ പറഞ്ഞ് വേറെ വഴി തിരിച്ച് പോകുന്നുണ്ടെങ്കിലും കഥയിലേക്ക് കടന്നു കഴിഞ്ഞ് ഇൻ്റർവെല്ല് വരെ വളരെ എൻഗേജിങ് ആയിരുന്നു. അതിനുശേഷം പിന്നെയും ഒരിത്തിരി ഡൗൺ ആയി, ചിലയിടങ്ങളിലൊക്കെ ലാഗ് അടിച്ചുവെങ്കിലും അവസാനത്തോട് അടുക്കുമ്പോൾ ഒരു കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ തരാനും ഒരു പ്രോപ്പർ സിനിമാറ്റിക് എക്സ്പീരിയൻസ് തന്നെ ആ ജോണർ അനുസരിച്ച് നൽകാനും സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. സിനിമയുടെ 80% ഒരേ ലൊക്കേഷനിൽ തന്നെ നടക്കുന്നത് കൊണ്ട് അതിനകത്തുള്ള ലൈറ്റിങ് കാര്യങ്ങളും ഒക്കെ അവർ വേറൊരു രീതിയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു ഡാർക്ക് റൂമിൽ നിന്ന് കാണുമ്പോൾ ഈ സിനിമയുടെ ഇമ്പാക്റ്റ് വേറെ ആയിരിക്കും എന്ന് തോന്നുന്നു. കാരണം തിയേറ്ററിക്കൽ എഫക്റ്റ് നമ്മൾ ലൈറ്റൊക്കെ ഇട്ട് കാണുകയാണെങ്കിൽ കിട്ടില്ല. പക്ഷേ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് കണ്ടാൽ എനിക്ക് അതിൻ്റെ വിഷ്വലിംഗ് ഒന്നുകൂടെ എഫക്റ്റീവ് ആവും തോന്നിയിട്ടുണ്ടായിരുന്നു. മ്യൂസിക്കൽ സൈഡ് ഓക്കെ ആയിരുന്നു, പെർഫോമൻസസ് ഡീസൻ്റ് ആയിരുന്നു. അഥർവയുടെ പെർഫോമൻസ് തീർച്ചയായിട്ടും നന്നായിട്ടുണ്ടായിരുന്നു. മറ്റ് വില്ലൻ്റെയും വേറൊരു ലേഡി ക്യാരക്ടർ ഉണ്ട്, അവരുടെയും പെർഫോമൻസ് നന്നായിട്ടുണ്ടായിരുന്നു. ഇവർ ചില കാര്യങ്ങളിൽ ലോജിക്ലെസ് ആയിട്ട് കഥയെ കൊണ്ടുപോയി എന്നുള്ളൊരു പ്രശ്നം ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വാച്ചബിൾ ആയിട്ടുള്ളൊരു എൻ്റർടൈനിങ് ത്രില്ലറാണ് തണൽ. ആദ്യാവസാനം വലിയ ബോധടിയൊന്നും ഇല്ലാതെ കണ്ടിരിക്കാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും കണ്ടു നോക്കാവുന്ന, കുറച്ച് ഇമോഷൻസ് ഒക്കെയുള്ള, കുറച്ച് ത്രില്ലിംഗ് ആയിട്ടുള്ള മൊമെൻറ്റ്സ് ഉള്ള, ചില നല്ല ട്വിസ്റ്റുകളുള്ള അങ്ങനത്തെ ഒരു സിനിമയാണ് തണൽ. തീർച്ചയായിട്ടും താല്പര്യമുള്ളവരൊന്ന് കണ്ടു നോക്കുക. കണ്ടവരുണ്ടെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സ് വഴി രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾ നോട്ടീസ് ചെയ്യുകയാണെങ്കിൽ അത് കമന്റ് ബോക്സിലൂടെ അറിയിക്കാൻ ശ്രമിക്കുക. നമുക്കിനി മറ്റൊരു വീഡിയോയുടെ വീണ്ടും കാണാം. ബൈ.